ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൽ നമ്മുടെ വീഡിയോ എന്ന് പറയണത് എനിക്ക് 2-3 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജ്. ആ ഒരു മെസ്സേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ആ മെസ്സേജ് മറ്റൊന്നിനെയും കുറിച്ചിട്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട്, ആക്ച്വലി ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബർ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പോളണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുമായിരുന്നു ഞാൻ. അങ്ങനെ അവൻ പോളണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഹോം സിക്നെസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാട്ടിൽ നിന്ന് നമ്മൾ പുറത്തുപോയി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ നാട് വിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് വീട്ടിനെ കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര ഹോം സിക്നെസ് ഫീൽ ചെയ്യാറുണ്ട് ഒരുപാട് പേർക്ക്. അപ്പൊ അവൻ എനിക്ക് അയച്ച മെസ്സേജും ഹോം സിക്നെസ്സിനെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ഈ ഒരു പ്രോബ്ലം വരുന്നത് കൊണ്ടിട്ട് നമ്മുടെ പുതിയൊരു വീഡിയോയും ഹോം സിക്നെസ്സിനെ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഹോം സിക്നെസ്സിനെ കുറിച്ചിട്ടാണ്. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, അവൻ എനിക്ക് മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോളണ്ട് അവന് ഒട്ടും പറ്റുന്നില്ല, അവന് വീട്ടിലേക്ക് പോകണം. അപ്പൊ TRC ഇല്ലാതെ അവന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു രീതിയിലേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ അവനോട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് പറ്റി, എന്താ റീസൺ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞത് അവന് ഇവിടെ പറ്റുന്നില്ല, വീട്ടിലേക്ക് പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്ന് വെച്ചാല് ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ പോളണ്ടിലാണെങ്കിലും പുറത്തേക്ക് വരുന്നവരാണെങ്കിലും ഒരുപാട് ഡ്രീം കണ്ടുകൊണ്ടായിരിക്കും പുറത്തേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ വർക്കിനോ ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് വരുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആകാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമ്മളത് പാതി വഴിക്ക് ആ ഒരു ഡ്രീമിനെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യം ചെയ്യാനാണോ വന്നത് അത് അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പോവുക. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു തവണയെങ്കിലും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടാണ് നമ്മൾ പോയതെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സംതൃപ്തി നമുക്ക് ഉണ്ടാകും. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ അതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കുക പോലും ചെയ്യാതെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ അത്രയും ക്യാഷും കൊടുത്ത് നമ്മൾ ഇവിടേക്ക് വന്നത് വെറുതെ ആയി പോവും. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എനിക്കറിയില്ല എത്ര പേർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും എന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹോം സിക്നെസ് എന്നുള്ളൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്കത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ എത്രയൊക്കെ നമ്മൾ ഹോം സിക്നെസ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ എല്ലാവരുടെയും ഉള്ളില് എപ്പോഴും നമ്മളുടെ വീടും നമ്മളുടെ ഫാമിലിയും നമ്മളുടെ ഫ്രണ്ട്സും നമ്മൾ പോകാറുണ്ടായിരുന്ന നമ്മളുടെ ഷോപ്പും ഇതെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറെ കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് റിലീഫ് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിവിടെ വന്നപ്പോഴും ഞാൻ നാട്ടിൽ നിന്ന് പോളണ്ടിലേക്ക് വന്ന സമയത്തും എനിക്ക് ഇതുപോലെ ഹോം സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ എങ്ങനെയാണ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്തിയത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ പോളണ്ടിലേക്ക് വരുന്നത് മാർച്ച് 12, 2023 ഞാൻ പോളണ്ടിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ പോളണ്ടിലേക്ക് വരുന്ന ഒരു സമയത്ത് എൻ്റെ മോക്ക് 2.5 വയസ്സായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവള് കുഞ്ഞായിരിക്കുന്ന സമയത്താണ് ഞാൻ പോളണ്ടിലേക്ക് വരുന്നത്. അപ്പൊ അമ്മമാർക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ വേണ്ടി പറ്റും, അതായത് പുറത്ത് ജോലി ചെയ്യുന്ന അമ്മമാർക്കാണെങ്കിലും ഇതുപോലെ പഠിക്കാൻ വേണ്ടി പോയ അമ്മമാർക്കാണെങ്കിലൊക്കെ അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ അത്രയും ചെറുപ്പമായിട്ടുള്ള കുഞ്ഞിനെ ഹസ്ബൻഡിന്റെ വീട്ടിലാക്കിയിട്ടാണ് വരുന്നതെങ്കിൽ പോലും, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരമ്മ എന്നുള്ളൊരു രീതിയിൽ നമുക്ക് എപ്പോഴും നമ്മളുടെ ചിന്തയൊക്കെ നമ്മളുടെ കുഞ്ഞിനെ പറ്റിയിട്ടായിരിക്കും. അപ്പൊ അതുപോലത്തെ ഒരു ചിന്ത എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്ന സമയത്ത്. അതായിരുന്നു എൻ്റെ മെയിൻ ഒരു എന്താ പറയാ, എനിക്ക് മെയിൻ ആയിട്ട് ഹോം സിക്നെസ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ അച്ഛനും വയ്യാതിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ വന്നത്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുക, നമ്മൾ സമ്പാദിക്കുക, നാട്ടിലേക്ക് അടച്ചു കൊടുക്കുക, നമ്മളുടെ കടങ്ങൾ തീർക്കുക, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക്
പഠിക്കാനും ജോലിക്കൊക്കെ വരുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഫ്രണ്ട്സും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. കാരണം അവരുടെ കൂടെ നിൽക്കുന്ന ടൈമിലൊന്നും നമുക്ക് അങ്ങനെ അധികം നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ വീട്ടിൽ വിളിക്കുന്നുണ്ട്. നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്ത് സംസാരിക്കും, അമ്മയുടെ അടുത്ത് സംസാരിക്കും, അച്ഛൻ്റെ അടുത്ത് സംസാരിക്കും, കസിൻസിനെ വിളിക്കും, എല്ലാ ദിവസവും വിളിക്കാറുണ്ടായിരുന്നു കേട്ടോ, എല്ലാ ദിവസവും. കാരണം നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഓരോ കാഴ്ചയും നമുക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും. നമ്മളിപ്പോ ഒരു എന്താ പറയാ, എനിക്ക് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഒരു മരം കണ്ടാൽ പോലും ആ മരം വരെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ നാട് വിട്ട് അങ്ങനെ എവിടെയും പോയിട്ടില്ല, വരുന്നത് പോളണ്ടിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സ്ഥലവും ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വീട്ടിലെ അച്ഛനെയും അമ്മനെയും ഹസ്ബൻഡിനെയും കൊച്ചിനെയും ഒക്കെ വിളിക്കുമായിരുന്നു. എപ്പോഴും വിളിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഹസ്ബൻഡിനെ കാണാൻ പറ്റാത്തതും, പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് അച്ഛന് വയ്യാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിൻ്റെയും കുറെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് ഇവിടത്തെ ഏറ്റവും വലിയ മുതൽക്കൂട്ടം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു വിഷമം വരുമ്പോൾ നമ്മളുടെ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മളുടെ വീട്ടിലെ പ്രശ്നമാണെങ്കിലും നമുക്കിപ്പോൾ എന്ത് ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് ഓവർകം ചെയ്ത് ഒരു പരിധിവരെ നമുക്ക് വരാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എനിക്ക് വീട് ഒരുപാട് മിസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുക്കിംഗ് ചെയ്യുമായിരുന്നു. കുറേ പരീക്ഷണങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കും. അപ്പം അതിലാവും ഫുൾ കോൺസെൻട്രേഷൻ. യൂട്യൂബിൽ നോക്കും, ഇൻസ്റ്റഗ്രാമിൽ നോക്കും, അങ്ങനെ കുറേ കുക്കിങ്ങിലേക്ക് ഞാൻ പോകുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ബുക്സ് റീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ബുക്ക് റീഡ് ചെയ്യുമായിരുന്നു. വന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ബുക്സ് ഒന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഫോണിൽ തന്നെ കുറച്ച് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഇരുന്ന് എപ്പോഴും റീഡ് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരുപാട് മൂവീസ് കാണുമായിരുന്നു. കാരണം ആ ഒരു ടൈമിൽ നമ്മളിവിടെ വന്ന ടൈമിലെന്ന് പറഞ്ഞാൽ എനിക്കൊരു 1 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പാർട്ട് ടൈം ജോബൊക്കെ സെറ്റ് ആവണത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ കൂടുതൽ ഇതേപോലെ ആർട്ടിക്കിൾസ് വായിക്കുക, അതുപോലെ തന്നെ മൂവീസ് കാണുക, ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഹോബീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ കുക്ക് ചെയ്യുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ 1 മാസം 1-2 മാസം എന്നൊക്കെ പറയണത് നമ്മൾ ഈ ഒരു പോളണ്ടിനെ പറ്റി അറിയാനുള്ള ഡേയ്സ് ആണ്. എങ്ങനെ ട്രാവൽ ചെയ്യണം, എങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കും, നമ്മളുടെ റൂട്ട് മാപ്പ് എങ്ങനെ നോക്കും, പിന്നെ അതുപോലെ പാർട്ട് ടൈം ജോബിനുള്ള ഹണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ആ 1 മാസത്തിൽ ഫുള്ള് കൂടുതലായിട്ട് ചെയ്തിട്ടിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ഈ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മള് ആ ഒരു ഹോം സിക്നെസ് പയ്യെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. പക്ഷെ ചിലവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാള് അവരുടെ കൂടെ ആ ഒരു ഹോം സിക്നെസ് എപ്പോഴും ഉണ്ടാകും. അത് കൂടുതൽ എന്താണ് അങ്ങനെ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റപ്പെടലാവാം. കാരണം നമ്മളുടെ വീട്ടിൽ നിന്ന് പുതിയൊരു സ്ഥലത്തേക്ക് വരുന്ന ആ ഒരു റൂം ബേസ് ചെയ്തിട്ടാണ് എല്ലാം. നമ്മൾ വരുന്ന ആ ഒരു റൂം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവരും മലയാളികളാണ് എന്നാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ വരുന്ന റൂമിൽ ഇപ്പോൾ അസർബൈജാനീസോ അല്ലെങ്കിൽ വേറെ വല്ല കൺട്രീസിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ കൂടെയെങ്കിൽ നമുക്ക് അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ പഠിക്കാനാണ് വന്നിട്ട് ഉള്ളതെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ മലയാളി ഫ്രണ്ട്സുമായിട്ട് റൂം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്ക് പോകും. അതായത് നടക്കാൻ ഇറങ്ങും. നല്ല രസമാണ്. നമ്മള് സമ്മറിലൊക്കെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിന്ററിലാകുമ്പോൾ പിന്നെ സ്നോ പെയ്യണോണ്ടിട്ട് നമുക്ക് കുറച്ച് പണിയാണ്. കാരണം ചിലപ്പോൾ സ്ലിപ്പായിട്ടൊക്കെ നമ്മൾ വീഴും. അപ്പൊ വിന്ററിന് അങ്ങനെ ആരും ഇങ്ങനെ പുറത്തിങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാറൊന്നുമില്ല. സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ കൂടുതൽ പുറത്തേക്ക് പോവുക. അപ്പൊ എനിക്ക് വിഷമം വന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് പോകും. മാളിലൊക്കെ പോയി ഓരോ ഡ്രസ്സിന്റെ പ്രൈസ് ഒക്കെ നോക്കി അതൊക്കെ ഇട്ട് നോക്കി. വാങ്ങിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ചെല്ലുക, ജസ്റ്റ് ഇട്ട് നോക്കുക, ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങി നടക്കുക. എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ മെയിൻലി പോണത് ഇവിടെ സെൻട്രത്തുള്ള സ്ലോട്ടി തറാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളിലാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഒരു ഓഫ് ഡേയ്സ് ഉള്ളപ്പോഴെങ്കിലും അവിടെ പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടാറില്ല. കാരണം എനിക്ക് വിഷമം വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം അതാണ്, പുറത്തേക്ക് പോവുക, മാക്സിമം എല്ലാ സ്ഥലവും കാണുക.
പിന്നെ ഇപ്പൊ ഞാൻ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നത് കൊണ്ടിട്ട് ഫുൾ ടൈം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താണ് നടക്കണത്. പിന്നെ നൈറ്റും കൂടി വർക്ക് ആയതുകൊണ്ടിട്ട് രാവിലെ വന്നിട്ട് കിടന്നുറങ്ങും. അപ്പോൾ നിങ്ങൾ കൂടുതലും ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്, അതായത് വീട്ടിലെല്ലാ ദിവസവും വിളിക്കുകയും അവരോട് വിശേഷം അന്വേഷിക്കുകയൊക്കെ ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതിലേക്കും കൂടി കുറച്ച് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ഹോം സിക്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം 1-2 മാസം നിന്നിട്ട് എനിക്കൊട്ടും പറ്റുന്നില്ല, ഞാൻ നാട്ടിലേക്ക് പോവാണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കുള്ളൂ നിങ്ങൾ പുറത്ത് വന്ന് പഠിക്കാന്നുള്ളൊരു ഡ്രീം അച്ചീവ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും നിങ്ങൾ വന്ന ഒരു ചാൻസ്, അപ്പൊ അത് വേറൊരാളുടെ ചാൻസും കൂടിയാണ് കളയുന്നത്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് കിട്ടേണ്ട ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നിങ്ങളെ തേടി വന്നിട്ടുണ്ടാവുന്നത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് പകുതിക്ക് വെച്ചത് ഡ്രോപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഹോം സിക്നസ് വരുമ്പോഴത്തേക്കും ഇപ്പൊ എഴുതുന്നവരാണെങ്കിൽ എഴുതുക, ബുക്കിൽ എഴുതുക. അപ്പൊ നമ്മളുടെ വിഷമം ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഫിലിംസ് കാണുക, പാട്ട് കേൾക്കുക, യാത്ര ചെയ്യുക, വായിക്കുക, ഷോപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക. കുറെ പേർക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനൊക്കെ പോവാണ്. ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, നമ്മളുടെ ചുറ്റുമുള്ള ബ്യൂട്ടി നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോം സിക്നസിനെ നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയണത്. എനിക്കും ഇതുപോലെ ഹോം സിക്നസ് വന്നപ്പോഴത്തേക്കും ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത് പറയുന്നത്. എനിക്കറിയില്ല ഒരു പരിധി വരെ മറ്റുള്ളവർക്ക് ഇത് മാറ്റാൻ പറ്റൂ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും എനിക്ക് എൻ്റെ ലൈഫിൽ ഹോം സിക്നസിനെ ഞാൻ ഓവർകം ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അപ്പൊ ആ കൊച്ചെൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി വിഷമാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവൻ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് കൊണ്ടിട്ടായിരിക്കും അവന് നാട്ടിലേക്ക് പോകണം എന്നുള്ളൊരു തോട്ട് വരാൻ കാരണം. അപ്പൊ അവൻ കൂടുതലും ഫ്രണ്ട്സിനായിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അവന്റെ എന്താ പറയാ, അവന്റെ ഒരു ടേസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ അവരുമായിട്ട് കൂടുതൽ എൻജോയ് ചെയ്യുക. അപ്പൊ അവരുടെ വിഷമവും കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ കുറയും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. ഇപ്പൊ മലയാളി ഫ്രണ്ട്സ് ആണെങ്കിൽ മലയാളി ഫ്രണ്ട്സ്, അതല്ലാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അവരായിട്ട് ഒന്ന് പുറത്തൊക്കെ പോയി ചില്ല് ചെയ്യുക. ഇതിപ്പോ സമ്മർ ടൈം ആണ്. സമ്മർ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ഒരു 1 ഡേ ഔട്ടിങ്ങിനൊക്കെ പോയി സ്റ്റേക്കേഷൻ പോലെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിഷമവും കാര്യങ്ങളെല്ലാം തന്നെ മാറും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വരെയും ദിസ് ഇസ് ഗ്രീഷ്മ signing off. Bye.